ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പുതിയ ടാറ്റ കർവിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായ പ്യുർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ബേസ് മോഡലിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അത്ര നല്ല അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. കാരണം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചധികം പുറകിൽ നിന്നിരുന്ന ഒരു വേരിയൻ്റ് ആണ് നമ്മുടെ ബേസായ സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡൽ. പക്ഷേ ഈ വേരിയൻ്റ് അങ്ങനെയല്ല. ജസ്റ്റ് 1,00,000 രൂപ മാത്രം നമ്മൾ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അഡീഷണൽ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് ബേസ് പോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് DRLs അവൈലബിൾ ആണ്. കണക്റ്റഡ് DRLs ഇല്ല. അതിപ്പോൾ നിങ്ങൾ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും നമുക്ക് കണക്റ്റഡ് DRLസിൻ്റെ ഓപ്ഷൻ അവൈലബിൾ അല്ല. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പോൾ ഗ്രില്ല്, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ, ഇതൊക്കെ നമുക്ക് ടോപ്പ് മോഡൽ പോലെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഫോഗ് ലാംപ്സ് ഈ സെക്കൻഡ് ബേസ് മോഡലും അവൈലബിൾ അല്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇനിയും ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോയാലാണ് ഫോഗ് ലാംപ്സ് കിട്ടുക. അതിൻ്റെ ആവശ്യവും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി ബേസ് മോഡൽ മുതൽ തന്നെ അവർ LED ഹെഡ്ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കപ്പോൾ അക്കാര്യത്തിൽ കോസ്റ്റ് കട്ടിങ് ഇല്ല. ആകെപ്പാടെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ബേസ് മോഡലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന DRLs കണക്റ്റഡ് അല്ല എന്നുള്ള റീസൺ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ലുക്കിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഇനി അടുത്തതായി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ആദ്യത്തെ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വീൽ ക്യാപ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സംഭവം 16 ഇഞ്ച് വീൽസ് തന്നെയാണ്. വീൽ സൈസ് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല. പക്ഷേ വീൽ ക്യാപ്സ് കാണാൻ അത്യാവശ്യം നല്ല രസമുള്ളതാണ്. നമുക്ക് ചെറുതായിട്ടൊരു ഇലയൊക്കെ പോലത്തെ ലുക്ക് കിട്ടും. ഇത് ഹൈപ്പർ സ്റ്റൈൽഡ് വീൽസ് ഒന്നും അല്ല, സാധാരണ വീൽ ക്യാപ്പ് തന്നെയാണ്. എന്തായാലും ബാക്കി സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. ബേസ് മോഡൽ പോലെ അവരതാണ് കൊടുക്കുന്നത്. പക്ഷേ റിക്വസ്റ്റ് സെൻസർ ഇല്ല. കാരണം ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ അല്ല. പിന്നെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഒരു ഗ്ലോസി ബ്ലാക്ക് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വേരിയൻറ്റ് നമുക്ക് വീൽ ആർച്ചും അങ്ങനത്തെ ക്ലാഡിങ്ങും സംഭവങ്ങളെല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റ് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് പ്രൊഫൈലിൽ ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും ചെയ്യാം, അതുപോലെ തന്നെ ഫോൾഡും ചെയ്യാം. ബേസ് മോഡലിൽ ഈ രണ്ട് ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ റൂഫിലേക്ക് വരികയാണെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. റൂഫ് റെയിൽസ് ഒന്നും പ്രത്യേകിച്ച് അവർ കൊടുത്തിട്ടില്ല. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ചെറിയ സ്പോയിലർ പോലത്തെ ട്രീറ്റ്മെൻറ്റ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് മോഡൽ വരുന്ന എക്സാക്റ്റ് അതുപോലത്തെ അല്ല, പക്ഷേ എന്നാലും അതിൻ്റെ ഇത്തിരി ചെറിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇതിനകത്ത് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അവൈലബിൾ അല്ല. അത് സത്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോഴേക്കും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു ചെറിയ മിസ്സിങ് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് താഴെ കമൻസിൽ പറയാം. വേണമെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് വല്ലതും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കൊടുക്കായിരുന്നു. ഇതിപ്പോൾ ഇത്തിരി ഓടായിട്ടുണ്ട്. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. നമുക്ക് ബമ്പറിൻ്റെ ഡിസൈൻ ടോപ്പിൻ്റെ പോലെയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ റിവേഴ്സ് ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് താഴത്താണ് വരുന്നത്. ഡീഫോഗർ ഈ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. അത് മാത്രമാണ് ചെറിയൊരു ഇഷ്യൂ ഉള്ളത് ഈ മോഡലിൻ്റെ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിനെ പറ്റി പറയാൻ പറ്റുന്നത്. ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവും. ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ബേസ് മോഡലിൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ താഴത്തെ പോർഷനിൽ ചെറിയൊരു സിൽവർ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ചെറിയൊരു ലെഡ് ഡൗൺ ആണ്. നമുക്ക് ഇതിനകത്ത് 4.5 ഇഞ്ച് TFT ഡിസ്പ്ലേ വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണ്. പക്ഷെ എന്നാലും അതിൻ്റെ ടാക്കോമീറ്ററൊക്കെ നമുക്ക് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എക്സാക്റ്റ് 1250, 1338 അങ്ങനത്തെ റീഡിംഗ് ഒന്നും ഇതിൻ്റെ അകത്ത് കിട്ടില്ല. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൽ ഗേജും ടെമ്പറേച്ചർ ഗേജും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്ഡ് ഒന്നും അല്ല. പക്ഷേ എന്നാലും ഡീസൻറ്റ് ലുക്കിംഗ് സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് നടുവിൽ ടാറ്റയുടെ ഇലുമിനേറ്റഡ് ലോഗോ ഒക്കെ ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്പിംഗ് കിട്ടും. ഞാനതങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന കാണാം. അതുപോലെ ഡോർ പാഡ്സിലാണെങ്കിലും നമുക്ക് 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള കൺട്രോൾസും നമുക്ക് ആ മിറേഴ്സിൻ്റെ സൈഡിലായിട്ടുള്ള കൺട്രോൾസിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ 6 എയർ ബാഗ്സ്, ESP, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഇങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഈവൻ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഈ വേരിയൻ്റ് മുതൽ അവൈലബിൾ ആണ്. ഇനി സെൻറ്റർ കൺസോളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ പഴയ 7 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ലാഗിയാണ് എന്നുള്ളതാണ്. പക്ഷേ മറ്റേ ഇപ്പോൾ വരുന്ന 10.25 ഇഞ്ചും 12.3 ഇഞ്ചും പോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് അവരിത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ അവൈലബിൾ ആണ്. അത് വയർലെസ് അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ സംഭവമുണ്ട്. പിന്നെ സൈസ് ചെറുതാണ്. ആ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായേക്കാം. പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കും. എല്ലാവർക്കും ബേസിക്കായിട്ട് വേണ്ടത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ
ഒക്കെ ആണല്ലോ. AC വെൻസിൻ്റെ ഒക്കെ സറൗണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഫിനിഷിംഗ് ഒന്നുമില്ല, ഒരു സിൽവർ പ്ലേറ്റിംഗ് വരുന്നുണ്ട് നടുവിൽ, അത്രേ ഉള്ളൂ. അതുപോലെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് AC ടച്ച് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഓട്ടോ AC എന്ന് അവർ ബ്രോഷറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഓട്ടോയുടെ ബാഡ്ജിങ് ഒന്നും വരുന്നില്ല. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഓട്ടോയുടെ ബാഡ്ജിങ് ഉണ്ടായിരുന്നു, ഈവൻ ഇമാജിനേറ്റർ വ്യൂവിൽ പോലും. അതുകൊണ്ട് ഇത് ഓട്ടോ AC ആണെന്ന് ഞാൻ കൺഫേം ചെയ്ത് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ടച്ച് ബേസ്ഡ് AC കൺട്രോൾസ് എന്തായാലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ എൻ്റെ താഴത്തെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 3 ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. സിറ്റി, ഇക്കോ, സ്പോർട്ട്, അതെല്ലാ വേരിയൻസിലും ബേസ് മോഡൽ മുതൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കൺട്രോൾ ഉണ്ട്, മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ നമുക്ക് ആംറസ്റ്റ് അവൈലബിൾ ആണ്, അത് ബേസ് മോഡലിൽ ഇല്ലായിരുന്നു. ബേസ് മോഡൽ അവിടെ സ്റ്റോറേജ് ഉണ്ട്, പക്ഷേ അത് മൊത്തം പ്ലെയിൻ ആയിട്ട് കിടക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സീറ്റ്സിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് കാണാം, ഫാബ്രിക് ഫിനിഷ് ആണ് ഇതിൻ്റെ സീറ്റ്സിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം റഫ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഇല്ലെങ്കിലും ഡ്രൈവർ സീറ്റിന് ബേസ് മോഡൽ പോലെ തന്നെ അവർ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഫ്രണ്ടിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ക്യാബിൻ ലാംപ്സും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ് മുകളിലായിട്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നെക്സോൺ പോലെ തന്നെയാണ് വരുന്നത്. നെക്സോണിൻ്റെ ഒക്കെ ഒരു മിഡിൽ വേരിയൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ സെയിം ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ വേറെ വ്യത്യാസമില്ല. പിന്നെ റിയറിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 പാസഞ്ചേഴ്സിനും നമുക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആണ്. റിയർ ആംറസ്റ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്, പക്ഷേ ബാക്കിൽ AC വെൻസ് ഈ ഒരു വേരിയൻ്റ് മുതൽ അവർ കൊടുക്കുന്നുണ്ട്. ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബാക്കിൽ AC വെൻസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ബാക്കിൽ ചാർജിങ് പോയിന്റും വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ചെറിയ പ്രശ്നം, നമുക്ക് ബാക്കിൽ അധികം സ്പേസ് ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഈ വേരിയൻറ്റിൽ ആപ്ലിക്കബിൾ ആണ്. പിന്നെ സെക്കൻഡ് ബേസ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിൽ പാർസൽ ട്രേ വരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിയിൽ തന്നെ വാങ്ങാവുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് റീഡിംഗ് ലാംപ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലും റീഡിംഗ് ലാംപ്സ് ഉണ്ട്. പിന്നെ മാനുവൽ ഡേ നൈറ്റ് IRVM അവർ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാബിൻ സെക്കൻഡ് ബേസ് മോഡൽ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചർ ലോഡഡ് ആണ് എന്ന് തന്നെ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഡേ ടു ഡേ യൂസിൽ വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ വേരിയൻസിലേക്കൊക്കെ പോകുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ ഒക്കെ കൊടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് 6 lakhs പ്ലസ് ആണ് നിങ്ങൾ അഡീഷണൽ സ്പെൻഡ് ചെയ്യുന്നത്. ആ 6 lakhsന് വർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള സെക്കൻഡ് ബേസും അതുപോലെ തേർഡ് ബേസ് വേരിയൻസ് ഒക്കെ അത്യാവശ്യം വാല്യൂ ഫോർ മണി ആണ് എന്ന്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നത്. ഒന്ന് 1.2 ലിറ്റർ ടാറ്റയുടെ പഴയ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ്, 3 സിലിണ്ടർ ആണ്, 120 PS പവറും അതുപോലെ തന്നെ 170 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ വേരിയൻറ്റ് മുതൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. അതായത് 6 സ്പീഡ് നമ്മുടെ DC ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് ടാറ്റ കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനാണ്, 1.5 ലിറ്റർ ആണ്, 4 സിലിണ്ടർ ആണ്, 317 PS പവറും 260 Nm ടോർക്കും വരുന്നുണ്ട്. അതിലും നമുക്ക് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഈ പറയുന്ന സെക്കൻഡ് ബേസ് മോഡൽ തൊട്ട് അവൈലബിൾ ആണ്. ഇനി നമുക്ക് പ്രൈസിങ് നോക്കാം. ജസ്റ്റ് 10.99 lakhs ആണ് ഇതിൻ്റെ നമ്മുടെ റെവോട്രോൺ പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന മോഡലിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉള്ളത്. പിന്നെ ഈ പ്യുവർ പ്ലസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ S എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഓപ്ഷണൽ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പാനറോമിക് സൺറൂഫ്, അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, പിന്നെ ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് കിട്ടും. 17 ഇഞ്ച് ആണത്. എന്ന് വെച്ചാൽ ഏകദേശം അലോയ് പോലേക്ക് ഇരിക്കുന്ന, പക്ഷേ എന്നാൽ സ്റ്റീൽ വീൽസ് ആയിട്ട് വരുന്ന വീൽസ് ആണ്. അതിൻ്റെ കറക്റ്റ് എക്സാക്ട് എത്ര പ്രൈസ് കൂടുതൽ കൊടുക്കണം എന്നവർ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ പ്രൈസ് കാണാം. 12.49 lakhs ആണ് ഇതിൻ്റെ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത്. ഡീസൽ എടുക്കുകയാണെങ്കിൽ 12.49 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. വളരെ നല്ല പ്രൈസിംഗ് ആണെന്ന് പറയാം. കാരണം ഒരു 14.5 lakhs ഓർ 15 lakhsന് താഴെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡീസൽ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ക്രെറ്റ സെൽറ്റോസ് ഒക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വേരിയൻറ്റ് വേണമെങ്കിൽ ഇതിനേക്കാളൊക്കെ നിങ്ങൾ ഒരുപാട് അഡീഷണൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ടാറ്റ എന്തായാലും ഇപ്പോൾ ഡീസലിൻ്റെ കേസിൽ അത്യാവശ്യം നന്നായിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി ഡീസൽ ഓട്ടോമാറ്റിക് വേണമെങ്കിലും 13.99 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ ആ കാര്യത്തിലും പ്രശ്നമില്ല, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടും. ഈ വേരിയൻറ്റിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഇവരുടെ പുതിയ 1.2 ലിറ്റർ TGDI ടെർബോ പെട്രോൾ എഞ്ചിൻ കിട്ടില്ല എന്നുള്ളതാണ്. അത് ക്രിയേറ്റീവ് S മോഡലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഫോർ മണി വണ്ടി വേണമെങ്കിൽ ഇത് നല്ലതാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി അഡീഷണൽ എമൗണ്ട് ക്രിയേറ്റീവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ അകത്ത് അലോയ് വീൽസും 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം ഒക്കെ കിട്ടും. അത് നല്ലൊരു വേരിയൻ്റ് ആണ്. ഞാൻ വേറൊരു വീഡിയോ അതിലും ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.